കട്ടകെട്ട് നല്ല രീതിയിൽ ചെയ്തില്ല അല്ലെങ്കിൽ അതിനൊരു അപാകത ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്താണ്? ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് സ്വാഭാവികമായ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കട്ട വളഞ്ഞു ഇരിക്കുകയാണെങ്കിൽ തേപ്പിക്കുന്ന സമയത്ത് വരുമ്പോൾ ഇതുപോലെ ഫൈനായിട്ടൊരു തിക്നെസ് വരത്തില്ല, പകരം വേരിയബിൾ ആയിട്ടുള്ള തിക്നെസ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ കാരണം ഈ പ്ലാസ്റ്ററിങ്ങിലാണ് നമ്മളിത് ലെവൽ ചെയ്തെടുക്കുമ്പോൾ കുഴികളുണ്ടെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ചിലവാകും, അതുപോലെ ലേബറും കൂടുതലാണ്. പലപ്പോഴും നമ്മൾ കട്ടയൊക്കെ നമ്മൾ വെയിറ്റിന് പണിയാൻ കൊടുക്കാറുണ്ട്. ഒരു പീസ് വർക്ക് അല്ലെങ്കിൽ അടങ്കലായിട്ട് ഫുൾ ലേബർ തന്നെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വർക്ക് കൊടുക്കുന്നു ലേബർ കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കട്ടകെട്ട് ഫുള്ളും കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിടത്തല്ല വേറൊരിടത്തടുത്തത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ പീസ് വർക്കായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ കൃത്യമായ സൂപ്പർവിഷൻ കൊടുത്തില്ലെങ്കിൽ അവർ കട്ട കെട്ടുന്നതിനകത്ത് വളവും ഉണ്ടെങ്കിൽ തേക്കുന്ന സമയത്ത് അത് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും കട്ട കെട്ടുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സാവകാശം എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വർക്കേഴ്സ് ആണെങ്കിൽ പോലും വളരെ ക്ലിയറായിട്ടാണ് ഓരോന്നും വെർട്ടിക്കാലിറ്റി തൂക്കമൊക്കെ കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. താങ്ക് യു.